നമസ്കാരം. അപ്പൊ തീർച്ചയായിട്ടും ബ്രസീൽ കോപ്പ അമേരിക്ക കളി പൊട്ടി പുറത്തായിരിക്കണം. തീർച്ചയായിട്ടും അടിച്ച് പുറത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം. ബ്രസീൽ ഫാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഒത്തിരി ആളുകൾ രാവിലെ ഇട്ട ഒരു വീഡിയോനടിയിൽ വന്ന് ഒത്തിരി തെറി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ബ്രസീലിയൻ ഫാൻസ് തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കാരണം അമ്മാതിരി തെറിയാണ് പറഞ്ഞത്. തെറിയുടെ അഭിഷേകമാണ്. തീർച്ചയായിട്ടും ബ്രസീലിയൻ ഫാൻസിനോട് പറയാനുള്ളത്, അങ്ങാടി തൊറ്റിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്ന പോലെ ഈ ഒരു പരിപാടി വളരെയധികം മോശമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കളിച്ച് ജയിക്കാതെ തോറ്റു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ നെഞ്ചത്ത് കയറുന്ന ഈ ഒരു പരിപാടി അതങ്ങോട്ട് ഉപേക്ഷിച്ചൂടെ ബ്രോ? അത്തള്ളക്ക് വിളിച്ച മാന്യനോട് പറയാണ്, തീർച്ചയായിട്ടും കളിച്ച് ജയിക്കടാ പോയി. ഫിഫ വേൾഡ് കപ്പ് ജയിക്കുമെന്ന് പറഞ്ഞൊരു ടീമാണ്. രാജാക്കന്മാരാവാൻ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. പിന്നീട് ഒത്തിരി കാത്തിരുന്നതിന് ശേഷമാണ് ഈ കോപ്പ അമേരിക്ക കപ്പ് നേടാം എന്നുള്ള ഒരു മൈൻഡോടുകൂടി വന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു കളിയോടുകൂടി അവരടിച്ച് പുറത്താക്കി പിണ്ടം വെച്ചിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. 100 വോൾട്ടേജിലാണ് പൊളിഞ്ഞു പോയേക്കണത്. ശരിക്കും ഒത്തിരി മാന്യമായ രീതിയിൽ കമന്റ്സ് ഇടുന്ന ബ്രസീലിയൻ ഫാൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ എല്ലാ ബ്രസീലിയൻ ഫാൻസും തെറിയോട് തെറിയാണ്, തെറിയുടെ അഭിഷേകമാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, തോറ്റ് തൊപ്പിയിട്ടുകൊണ്ടാണ് പ്രതികരിക്കാൻ വന്നത്, അല്ലാതെ വെറുതെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടല്ല. തീർച്ചയായിട്ടും വളരെ സത്യസന്ധമായ രീതിയിൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ് ബ്രസീൽ. രാവിലെ ആ ഒരു ടൈമിന് ചൂടായിട്ട് തന്നെയാണ് ആ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ ഇപ്പോഴും പറയാനുള്ളത്, നെയ്മർ ഉണ്ടെങ്കിൽ കളി ജയിക്കും, നെയ്മർ ഇല്ലെങ്കിൽ കളി തോക്കും എന്നുള്ള ഒരു ബ്രസീലിന്റെ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ബ്രസീലിയൻ ഫാൻസിന്റെ ഒരു മൈൻഡ്, അതങ്ങനെ തോട്ടിക്കള ബ്രോ. എന്തെന്നാണ് ഈ പറയുന്നത്? ഈ നെയ്മർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ വിജയിക്കും എന്നുള്ളത് തെറ്റായൊരു ധാരണയാണ്. അന്തസ്സായിട്ട് ആണുങ്ങളെപ്പോലെ ബോൾ തട്ടാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സത്യസന്ധമായ രീതിയിൽ ഗെയിം കളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും കപ്പ് നേടാൻ സാധിക്കും. അത് ഈ ഊച്ചാളി പിള്ളേര് പറയുന്ന പോലെ ഉള്ള തെറിയും മറ്റും കമന്റ് ഇട്ടുകൊണ്ട് യാതൊരു ഗുണവുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും കപ്പ് കിട്ടാൻ പോണില്ല. ബ്രസീൽ ടീമെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, കപ്പൊന്ന് കണി കാണാൻ പോലും സാധിക്കില്ല എന്നുള്ളത് ഇപ്പൊ ഒരു വാക്ക് തരാം. ബ്രസീൽ ടീമിന് ഒരു വിചാരമുണ്ട്, ലോക കപ്പ് ഞങ്ങൾ നേടും, കോപ്പ അമേരിക്ക കപ്പ് ഞങ്ങൾ നേടും, പിന്നെ വേറെ പല കപ്പും ഞങ്ങൾ നേടും. പക്ഷെ നടപടിയാവില്ല. കാരണം അന്തസ്സായിട്ട് കളിക്കാൻ പഠിക്കണം, ബോൾ തട്ടാൻ അറിയണം. അല്ലാതെ വന്നിട്ട് കുറെ ഊച്ചാളി വർത്താനവും പറഞ്ഞ് കുറെ മോശമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് യാതൊരു ഗുണവുമില്ല. അന്തസ്സായിട്ട് മാന്യതയോടുകൂടി തന്നെ ബോൾ ഉരുട്ടാനോ തട്ടാനോ പഠിച്ചാൽ മാത്രമേ കപ്പടിക്കാൻ പറ്റുള്ളൂ. എന്നുള്ള ബ്രസീലിയൻ ഫാൻസുകാരെ മോശവത്താക്കുന്ന രീതിയിലുള്ള ഈ ഒരു തെറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് മാറ്റി പിടിക്കും മച്ചാനെ. ഇതൊക്കെ കഴിഞ്ഞു. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേര് പറഞ്ഞ കുറെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല. തോറ്റ് തൂറിയിരിക്കണം, നിങ്ങൾ തോറ്റ് തൂറിയിരിക്കുകയാണ്. തോറ്റിട്ട് നിങ്ങൾ അടിച്ച് പുറത്താക്കി കളഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇത് അന്തസ്സായിട്ടാണ് പൊട്ടിച്ചാളുന്നത്. ഉറുഗ്വൈ വല്ല നാണാവൂലേ? മാന്യമായിട്ട് അന്തസ്സോടുകൂടി ബ്രസീലിയൻ ഫാനാണെന്നുള്ളൊരു മൈൻഡോട് കൂടി തെറി പറഞ്ഞിരിക്കുന്ന ആ ഒരു മാന്യന്റെ ഒരു കമന്റ് ഞാൻ ഇതിനോടൊപ്പം ചേർക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വായിക്കണം കേട്ടോ.